നിന്നെ ഞാൻ സമ്മതിച്ചു തന്നു. വേദന സഹിച്ചോണ്ട് നീ ഇത്രയും ഷർട്ടുകൾ തയ്ച്ചില്ലേ? അതെ, മത്സരം ആര് ജയിച്ചാലും ഈ കമ്പനിയിലെ ഏറ്റവും നല്ല തയ്യൽക്കാരി നീയാ. മത്സരത്തിന്റെ റിസൾട്ട് പറയുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരോടും എനിക്ക് നന്ദി പറയാനുണ്ട്. നമ്മൾ പാരീസ് വെയർ കമ്പനിയുടെ കോൺട്രാക്ട് നല്ല രീതിയിൽ തീർത്തു. എനിക്ക് ഈ കോൺട്രാക്ട് നല്ല രീതിയിൽ തീർക്കാൻ ആത്മവിശ്വാസം തന്ന പ്രിയനോട് ഞാൻ ആദ്യം നന്ദി പറയാ. ഇനിയും ഇത്തരത്തിലുള്ള വലിയ കോൺട്രാക്റ്റുകൾ നമ്മുടെ കമ്പനിക്ക് കിട്ടിയാൽ നിങ്ങൾക്കും അതിനനുസരിച്ച് കൂടുതൽ ശമ്പളം കിട്ടും. ഇനി റിസൾട്ട് പറയാം. നല്ല വാശിയേറിയ മത്സരമായിരുന്നു. നിഷ, നിങ്ങൾ വളരെ നല്ല ടൈലറാണ്. 120 ഷർട്ടുകളാണ് നിങ്ങൾ തയ്ച്ചത്. എന്താ എല്ലാരും മിണ്ടാണ്ടിരിക്കുന്നത്? ജയിച്ച നിഷയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേ. അരവിന്ദ്, തോക്കി കയറി വെടിവെക്കുന്നത് നിനക്ക് പണ്ടേ ഉള്ള ശീലമാണ്. ഞാൻ നിഷ 120 ഷർട്ട് തച്ചു എന്നല്ലേ പറഞ്ഞുള്ളൂ. അവരാണ് വിൻ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിഷയേക്കാൾ 10 ഷർട്ട് കൂടുതൽ തച്ച് 1ാം സ്ഥാനത്തെത്തിയത് പാർവതിയാണ്. ഹലോ, കൺഗ്രാറ്റ്സ്. പാറു, നമ്മളിൽ പലരും പാർവതി ജയിക്കില്ല എന്നാണ് കരുതിയത്. അവളെ മാനസികമായും ശാരീരികമായും തളർത്താനും ശ്രമിച്ചു. പക്ഷേ തോൽവി സമ്മതിക്കാതെ പാർവതി പൊരുതി വിജയം നേടി. അതിന് പാർവതി അർഹിക്കുന്ന സമ്മാനമാണ് ഈ DD. ഇത് എന്റെ കൈകൊണ്ട് പാർവതിക്ക് കൊടുക്കണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ അതിനേക്കാൾ നല്ലത് മറ്റൊരാൾ കൊടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. ആക്ച്വലി ഒരാളല്ല, 2 പേരുണ്ട്. മുക്തയും കരുണാകരനും. എപ്പോഴും നമ്മളെ എതിർക്കുന്നവരെ കൊണ്ട് നമ്മളുടെ വിജയം അംഗീകരിപ്പിക്കുന്നതിൽ ഒരു ത്രില്ലുണ്ട്. അതുകൊണ്ട് ഈ DD ഞാൻ പാർവതിക്ക് മുക്തയെയും കരുണാകരനെയും കൊണ്ട് നൽകുകയാണ്. പാർവതി, ചെന്ന് വാങ്ങിക്കേ. പാർവതി ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഈ സമ്മാനം നേടിയത്. ഇത്രയും പ്രശ്നങ്ങൾ നേരിട്ടിട്ടും ലക്ഷ്യത്തിലെത്തിയ നിന്റെ അനുഭവം എല്ലാവർക്കും ഒരു പാഠമാണ്. അതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കേ. സംസാരിക്കു പാറു. എന്റെ അച്ഛൻ ഒരു കാര്യം പറയാറുണ്ട്. നമുക്ക് മുകളിൽ ഒരാളുണ്ടെങ്കിൽ അയാളെക്കുറിച്ച് അഭിമാനിക്കണം. നമുക്ക് സമമായിട്ടൊരാളുണ്ടെങ്കിൽ അയാളിൽ നിന്ന് നമ്മളും നമ്മളിൽ നിന്ന് അയാളും പഠിക്കണം. നമുക്ക് കീഴെ ഒരാളുണ്ടെങ്കിൽ അയാളെ കൊണ്ടുവരാൻ ശ്രമിക്കണം. അങ്ങനെ ചെയ്താ ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാവും. ഇപ്പോ നമ്മളിൽ പലരും ചെയ്യുന്ന അതല്ല. മുകളിലുള്ളവരോട് അസൂയ കാണിക്കും. സമമായവരോട് മത്സരിക്കും. താഴെയുള്ളവരെ അടിച്ചമർത്തും. അങ്ങനെയൊന്നും ചെയ്യാതെ എന്റെ അച്ഛൻ പറഞ്ഞ പോലെ എല്ലാരും പെരുമാറിയാൽ
സന്തോഷത്തോടെ ജീവിക്കാം. വെൽ സെറ്റ് പാർവതി. സാറ് ബെറ്റ് തോറ്റ സ്ഥിതിക്ക് ആ 20,000 രൂപ ആണുങ്ങളെ പോലെ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരണേ. പാർവതി, കൺഗ്രാറ്റുലേഷൻസ്. വെൽ ഡൺ. ഓക്കെ ദെൻ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ശരി എന്നാ. ശരി സർ.